നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. എന്നാൽ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നാളെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് കരുതി നമ്മൾ മൊബൈൽ നോക്കിയോ റീൽസുകളൊക്കെ കണ്ടോ അതിനെ മാറ്റി വെക്കാറുണ്ടോ? ഇതിനെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും പ്രൊക്രാസ്റ്റിനേഷനെ നമ്മൾ ലീസണസ് ആയാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇത് ബ്രെയിനിന്റെ ഒരു അവോയ്ഡൻസ് മെക്കാനിസമാണ്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലാത്തതോ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നിക്കുന്ന ജോലികളെ ബ്രെയിൻ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പകരം എളുപ്പമുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് തരുന്നതോ ആയ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന കാര്യങ്ങളെ അത് ചൂസ് ചെയ്യും. പലപ്പോഴും നമ്മൾ കാര്യങ്ങളെ പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നത് നമ്മളുടെ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് മൂലമോ അല്ലെങ്കിൽ നമ്മുടെ ഫിയർ ഓഫ് ഫെയിലിയർ മൂലമോ, അതുമല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്യണം, ഏറ്റവും പെർഫെക്റ്റ് ആയി ചെയ്യണം എന്നുള്ള പെർഫെക്ഷനിസം മൂലമോ ഒക്കെ ആയിരിക്കാം. പ്രൊക്രാസ്റ്റിനേഷനെ അവോയ്ഡ് ചെയ്യാനായി നമ്മൾ ചെയ്യേണ്ടത് വലിയതെന്ന് നമുക്ക് തോന്നിക്കുന്ന ജോലികളെ ചെറിയ ടാസ്കുകളായി ബ്രേക്ക് ചെയ്യുക. ഒരു 5 മിനിറ്റ് റൂൾ സെറ്റ് ചെയ്യുക. അതായത് ഏതൊരു ജോലിയും ഒരു 5 മിനിറ്റ് ചെയ്താൽ അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയും അതിനാൽ തന്നെ നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും എന്നതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലികൾക്കൊരു ഡെഡ് ലൈൻ വെക്കുക. നമ്മൾ ചെയ്യുന്ന ജോലികൾക്കിടയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് ബ്രേക്കുകൾ എടുക്കാൻ സാധിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോന്നും പ്രൊക്രാസ്റ്റിനേഷനെ ഓവർകം ചെയ്യും. കാരണം പ്രൊക്രാസ്റ്റിനേഷൻ എന്നതൊരു ശീലം മാത്രമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ സ്റ്റെപ്പുകളും അതിനെ ബ്രേക്ക് ചെയ്യും.